നമസ്കാരം. പക്ഷികളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തെ പക്ഷി പരുന്താണ്, രണ്ടാമത്തെ പക്ഷി ഉപ്പനാകുന്നു. ഈ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പക്ഷിയായ പരുന്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരും ഇപ്പോൾ പല കഷ്ടപ്പാടുകളും അനുഭവിച്ച് പോരുന്നവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ അനുഭവപ്പെട്ടതായ അല്ലെങ്കിൽ ഇതുവരെ അനുഭവിച്ചതായ പല കഷ്ടപ്പാടുകൾക്കും ഫലങ്ങൾ കണ്ടെത്തുവാൻ പോകുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തുടങ്ങുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അനുഭവിച്ച ആ ദുഃഖ ദുരിതങ്ങൾക്ക് കഠിനാധ്വാനത്തിന് ഫലം കാണാൻ പോകുന്നു. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിഷ്പ്രയാസം കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. കഷ്ടപ്പെട്ടതിന്റെ പൂർണ്ണഫലം നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ലഭിക്കാനുള്ള അല്ലെങ്കിൽ ലഭിച്ചു തുടങ്ങുന്നതായ സൂചനകൾ ലഭിച്ചു തുടങ്ങാവുന്നതുമാണ്. കുടുംബ ദേവതകളുടെ പ്രീതി നിങ്ങൾക്ക് ഈ സമയം അനിവാര്യമാണ്. അതിനാൽ കുടുംബ ദേവതയെ നിത്യവും ആരാധിക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിശേഷം തന്നെയാകുന്നു. ക്ഷേത്ര ദർശനത്തിന് സാധിച്ചില്ല എങ്കിൽ പോലും നിത്യവും കുടുംബദേവതയെ വീടുകളിൽ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പലവിധ ത്യാഗങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ അതേക്കുറിച്ച് മറന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. കഴിഞ്ഞു പോന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ അത്ഭുതം തന്നെ തോന്നുന്നു എന്നതാണ് വാസ്തവം. അത്രമേൽ അത്ഭുതകരമായ കാര്യങ്ങളിലൂടെ തിരികെ പോന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ഏത് ദുരിതത്തിലാണ് എങ്കിലും ചെറു പുഞ്ചിരിയോടെ ധൈര്യത്തോടെ നിൽക്കുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാകുന്നു. എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന പ്രത്യേകത നിങ്ങൾക്കുണ്ട്. അത് ജീവിതത്തിൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും എന്നതാണ് വാസ്തവം. ഏത് കാര്യം വിചാരിച്ചിട്ടുണ്ട് എങ്കിലും ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നടത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടിയിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനാൽ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും. കഷ്ടപ്പെടേണ്ട ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കാം. എത്ര തന്നെ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. തീർച്ചയായും ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ. കുടുംബത്തിലാണ് എങ്കിലും ഏവരിലും ആധിപത്യം പുലർത്തുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അസാധാരണമായ ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രോഗം വന്നാൽ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. മുൻകൂട്ടി ചിന്തിച്ചത് പ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഒരു പരിധിവരെ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കൂ. നന്മയുള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയണം എന്നില്ല. എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും പല വ്യക്തികൾ മൂലവും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പലവിധ നഷ്ടങ്ങൾ കടന്നു വരുന്നു എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വീണ്ടും അവസരങ്ങൾ ലഭിക്കാവുന്നതാണ്. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ, വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാകുന്നു. രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വിചാരിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. കുടുംബത്തിൽ അല്പമെങ്കിലും അസ്വാരസ്യം നിലനിൽക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പല പ്രശ്നങ്ങളും കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഉണ്ട്. എത്ര തന്നെ ശ്രമിച്ചാലും
നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനം ലഭിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്, അല്ലെങ്കിൽ സമാധാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്നു എന്നതും വാസ്തവമാണ്. കുടുംബത്തിലും ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ കടന്നു വരാൻ സാധ്യത ഒരല്പം കൂടുതലുള്ള ഒരു സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന ഒരു സമയം കൂടിയാകുന്നു. സമ്പത്തും മനസമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ത്യാഗങ്ങൾ ഏറെ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീരാവുന്നതുമാണ്. ആരുമായി യോജിച്ച് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം എന്നില്ല. ഏത് കാര്യവും വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അബദ്ധങ്ങൾ പിണയാറുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ അല്പം കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. പലപ്പോഴും പ്രശംസയോ താല്പര്യമോ അത്തരം കാര്യങ്ങൾ, പ്രശംസ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കണം എന്ന താല്പര്യം നിങ്ങൾക്കില്ല. മറ്റുള്ളവരിൽ നിന്നും പ്രശംസ നേടിയെടുക്കണം എന്ന് ചിന്തിക്കാത്തവർ തന്നെയാണ് നിങ്ങൾ. കൂടാതെ ഏത് പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് തീർപ്പ് അല്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് സാധിക്കാതെ ഇപ്പോഴും ദുഃഖങ്ങളായി മനസ്സിലുണ്ട് എന്നതും വാസ്തവമാണ്. ഏത് പ്രശ്നങ്ങളാണ് എങ്കിലും അത് നേരിടുവാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്കുണ്ട്. ഇതിനാൽ തന്നെ മറ്റുള്ളവരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാകുന്നു. എന്നാൽ സഹായം ആവശ്യമായ പല സന്ദർഭങ്ങളിലും അത് ലഭിക്കാത്തതായ അവസ്ഥ, പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ നേരിട്ടതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പുറമെ സന്തോഷിക്കും എങ്കിൽ പോലും ഉള്ളിൽ പല ദുഃഖങ്ങളുമായി നിങ്ങൾക്ക് നീറുന്നതായ ഒരു അവസ്ഥ, മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. പലപ്പോഴും ദുഃഖങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം തെളിയുന്നതായ സാഹചര്യമാണ് ഉള്ളത്. നിത്യവും പ്രാർത്ഥനയും ആരാധനയും ചെയ്യുന്നതിലൂടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ അത് മനസ്സിലാക്കുവാൻ അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം. മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നതായ ദുഃഖങ്ങൾക്ക് പോലും അത് പരിഹാരം കണ്ടെത്തുവാൻ സഹായകരമായി തീരും. വലിയ തെറ്റുകളിൽ നിന്നും നിങ്ങളെ പലപ്പോഴും ഇഷ്ടദേവത സംരക്ഷിക്കുന്നതുമാണ്. പിന്നീട് അത് ശരിയായിരുന്നു, പല പ്രവൃത്തികളും അന്ന് ഒഴിവായി പോയത് നന്നായി എന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അത് കുടുംബദേവതയുടെ അനുഗ്രഹത്താൽ കൂടി സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇഷ്ടദേവതയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. സമയത്ത് തന്നെ അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. അതിനാൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾക്ക് വിജയങ്ങൾ നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു.